ചില അസൂയാലിക്കളുടെ അസൂയകളൊക്കെ ചിലപ്പോൾ ചില ഷെറൊക്കെ ഉണ്ടാവും. അതിന് നമ്മളോട് ഇസ്ലാം പറഞ്ഞാൽ എന്താ, എല്ലാ നിഅമത്തും ഇങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയാൻ നടക്കണ്ടെന്നാണ്. ചിലർക്കത് ഇഷ്ടാവില്ലേ. അപ്പൊ അവര് ചിലപ്പോൾ അതിന് പാരപ്പണി വെക്കും. നിനക്കൊരു നിഅമത്ത് വരാൻ നിൽക്കുന്നുണ്ടോ, എല്ലാവരോടും അങ്ങനെ പറയുമ്പോണ്ട. ചിലപ്പോൾ അവൻ അതിൻ്റെ എതിരെ ചില പാരപ്പണികളൊക്കെ വെച്ചേക്കും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് മോൻ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം, ബാപ്പ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താ? 11 നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത്. ഉടനെ ബാപ്പ പറഞ്ഞു, മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ. മോനെ നിന്റെ കാക്കാരോടൊന്നും നീ വർത്താനപ്പ തൽക്കാലം എന്റെ മോൻ പറയണ്ട. എന്താ കാരണം എന്നറിയോ? ചില കുതന്ത്രങ്ങൾ വാപ്പാരുടെ ഈ മക്കളെ എല്ലാവർക്കും വാപ്പാർക്ക് മനസ്സിലാവുമല്ലോ. വാപ്പാർക്ക് മക്കള് കൃത്യമായിട്ടൊക്കെ ഒരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് മോനെ ഇത് കാക്കാരോട് മോനിപ്പോ പറയണ്ട. ഫയകീദൂലക കൈദ. ചില കുതന്ത്രങ്ങളൊക്കെ ചിലപ്പോ അവര് വെച്ചേക്കും. അതുകൊണ്ട് എല്ലാവരുടെ കൂടിയും മോനെ ശൈത്താനുണ്ട്. ഇന്ന ശൈത്താൻ, തീർച്ചയായും ശൈത്താൻ മനുഷ്യന്റെ കടിയ ശത്രുവാണ്. അതുകൊണ്ട് അങ്ങനെ പറയണ്ട, എല്ലാവരോടും പറയണ്ട. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കണ്ടാൽ എന്താ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പറയണ്ട. നിനക്ക് ഏറ്റവും ഇഷ്ട ഒരാളോട് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ ആരോടും മുട്ടണ്ട, പറയണ്ട. എന്താ പ്രശ്നം? അത് പാരപ്പണി വേറെ വരുന്ന്, വേറെ പണികൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണ്ട, എല്ലാ നിഅമത്തും ഇങ്ങനെ വിളിച്ചു പറയണ്ട. കാരണം എന്താ അറിയാ, ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇന്ന കുല്ലദീ നിഅമത്തിൻ മഹ്സൂദ്. നിഅമത്തുള്ളവർക്കൊക്കെ അസൂയാലുക്കളും ഉണ്ടാവും. എവിടെ ആർക്കൊക്കെ നിഅമത്തുണ്ടോ അവിടെയൊക്കെ അതിനോട് അസൂയ കാണിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ അത് തിരിച്ചറിയണം. അത് റഹ്മാനായ റബ്ബ് നമ്മൾക്കൊരു നിഅമത്ത് തന്ന അത് അള്ളാഹുവിനോട് ശുക്റുള്ളവരായി വിനീതരായി ജീവിച്ച്, റബ്ബെ ഏതെങ്കിലും അസൂയാലുക്കൾ അസൂയ വെക്കുന്നുണ്ടെങ്കിൽ ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഇതൊക്കെ ഒരു ദിവസം എത്ര തവണ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി ഒക്കെ പ്രഭാത പ്രാർത്ഥനയിൽ 3 വട്ടം, പ്രദോഷ പ്രാർത്ഥനയിൽ 3 വട്ടം, 5 നേര നിസ്കാരത്തിന്റെ പിറകെ ഓരോ വട്ടം. ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ടോ? നമ്മൾ ചൊല്ലാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന പ്രിക്കോഷനുകളാണ് ഇതൊക്കെ, മുൻകരുതലുകളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് സത്യവിശ്വാസിക്കുള്ള കൃത്യമായ സുരക്ഷ. റബ്ബിലാണ് അവന്റെ തവക്കുൽ, റബ്ബിലാണ് അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അർപ്പണങ്ങൾ. ആ നിലക്ക് മുന്നോട്ട് പോവുക.